ഡോളറിന് മുന്നിൽ സടകുടഞ്ഞെണീറ്റ് രൂപ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% താരിഫ് ഭീഷണി ഇന്ത്യൻ രൂപയ്ക്ക് മുന്നിൽ ഏശിയില്ല. ഡോളറിന് മുന്നിൽ രൂപയുടെ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് വിപണി കണ്ടത്. വിനിമയം തുടങ്ങിയപ്പോൾ തന്നെ മുന്നേറ്റം രൂപയ്ക്ക് ദൃശ്യമായി. നിലവിൽ $1 3 പൈസയുടെ മൂല്യമാണ് ഉയർന്നത്. രൂപയുടെ ഉയർത്തെഴുന്നേൽപ്പ് ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടയിലും ഇന്ത്യക്ക് ആത്മവിശ്വാസമേകുകയാണ്. ട്രംപിന്റെ കൊടും താരിഫ് ഭീഷണി ഇന്ത്യൻ ഓഹരി വിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഓഹരി വിപണി കാര്യമായ നഷ്ടമില്ലാതെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. വരും മണിക്കൂറിൽ ഇതിന്റെ കൃത്യമായ രൂപം പ്രതീക്ഷിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധർ. അതേസമയം ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവിനുള്ള തിരിച്ചടി ഇന്ത്യയും ആലോചിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തുന്നത് കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. എന്നാൽ ഉടനടിയുള്ള തിരിച്ചടിക്ക് കേന്ദ്ര സർക്കാർ മുതിരില്ല. സംയമനത്തോടെ ആലോചിച്ച് തീരുമാനം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഉടൻ നിർത്തില്ല. എന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന്റെ കാര്യത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഇളവ് നൽകുന്നതടക്കം ആലോചിക്കും. ആദ്യം 25% തീരുവ ഇന്ത്യക്ക് പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിനെ വിളിച്ച് സംസാരിക്കാൻ മോദി തയ്യാറായിരുന്നില്ല. പുതിയ സാഹചര്യം പ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാരുമായി വിലയിരുത്തും. അതേസമയം ഇന്ത്യയോടുള്ള ഇരട്ടത്താപ്പ് ചർച്ചകളിലും അന്താരാഷ്ട്ര വേദികളിലും ഉന്നയിക്കാനുള്ള നീക്കവും കേന്ദ്രം ശക്തമാക്കുന്നു. ഇന്ത്യക്ക് 50% അധികം തീരുവ പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെ കാര്യത്തിൽ വിമർശനവും ശക്തമായിട്ടുണ്ട്. ഇന്ത്യക്കുള്ള തീരുവ ഇരട്ടിയാക്കിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ കൂടി ഈടാക്കുന്ന ഉത്തരവിലാണ് ഒപ്പിട്ടത്. 3 ആഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ട്രംപിന്റെ ഉത്തരവ്. ട്രംപിന്റേത് അന്യായവും ദൗർഭാഗ്യകരവുമായ നടപടി എന്നാണ് ഇന്ത്യയുടെ വിമർശനം. ചൈനയ്ക്ക് 90 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. എന്നാൽ ഇന്ത്യക്ക് 3 ആഴ്ചത്തെ സമയം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെതിരെ വിമർശനം ശക്തമാകുന്നത്. അതേസമയം ഇന്ത്യ US ബന്ധത്തെ കടുത്ത പ്രതിസന്ധിയിൽ ആക്കുന്നതാണ് ട്രംപിന്റെ നീക്കം. എന്നാൽ US-മായുള്ള ചർച്ചകളിൽ നിന്ന് സർക്കാർ പിന്മാറാൻ സാധ്യതയില്ല. വ്യാപാര കരാറിലെ ചർച്ചകൾക്ക് US ഉദ്യോഗസ്ഥർ ഈ മാസം ഇന്ത്യയിൽ എത്തുന്നത് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ട്രംപിന്റെ നീക്കത്തെ കരുതലോടെ നേരിടുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. എന്തായാലും ഈ തീരുവ പ്രഹരം സർക്കാരിന് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമാക്കുകയാണ്. ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി നരേന്ദ്രമോദിയും രംഗത്തെത്തി. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇതിന് വ്യക്തിപരമായി വലിയ വില താൻ നൽകേണ്ടി വരുമെങ്കിലും അതിന് താൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദില്ലിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കർഷകരുടെ താൽപര്യമാണ് തങ്ങളുടെ പ്രധാന മുൻഗണന. ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് വ്യക്തിപരമായി ഞാൻ വലിയ വില നൽകേണ്ടി വരും. പക്ഷേ ഞാൻ അതിന് തയ്യാറാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.